ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും എടുക്കാം. ആരോഗ്യം, ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ്, എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉടനെ എന്താണ് പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്ന് നോക്കാം. നിങ്ങൾക്കൊരു ദുഃഖം, അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ, അതല്ലെങ്കിൽ ഒരു വേർപിരിയൽ ഉണ്ടാകാൻ പോകുന്നു. ഈ എന്തോ ഒരു നിങ്ങൾക്ക് ഏറ്റവും അത്രയും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട നല്ല ഓർമ്മകളെ ആലോചിച്ചിരിക്കുകയാണ്. ഈ നല്ല ഓർമ്മകൾ ആദ്യം സന്തോഷം നൽകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും പിന്നീട് നിങ്ങൾക്കൊരു പെയിനാണ് ക്രിയേറ്റ് ആകുന്നത്. ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠയും ഭയവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളും ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഒരു നിങ്ങൾ വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ച് ഭയപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനേ പോകുന്നില്ല. വെറുതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി ഭയപ്പെട്ട് ഇരിക്കുകയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മനോവേദനയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു മനക്കരുത്തിലേക്കാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഒരു മാനസികമായി നിങ്ങൾ പോരാടി വിജയിക്കും. നിങ്ങളൊരു സ്റ്റെബിലിറ്റി നേടിയെടുക്കും. അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ വിട്ടുകളയേണ്ട ഒരു കാര്യമാണ് എങ്കിൽ ഓക്കെ, ഒരു പെയിൻ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അത് വിട്ടുകളയേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് വിട്ടുകളയുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് ഉള്ളൊരു കാര്യമാണെങ്കിൽ ആ ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ ആ ഇമോഷൻസിനെ കളയുക. കരഞ്ഞിട്ടോ മറ്റോ അത് കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഒരു ധൈര്യം കണ്ടെത്തുക. ഈ ഒരു പെയിനെ അതിജീവിക്കാനുള്ള ധൈര്യം കണ്ടെത്തുക. സ്വയം നിങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ, താങ്ക് യു.